നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. സംഭവം മേയർ കൊച്ചമ്മയും MLA മരുമകനും നാറി അഴുകി ഒരു പരുവത്തിലായി. സത്യമറിഞ്ഞപ്പോൾ പാർട്ടിയും കൈവിട്ടു. ഇപ്പോൾ തെറ്റുപറ്റിയെങ്കിൽ ഫൈൻ അടയ്ക്കാമെന്നൊക്കെയുള്ള ഒഴിവ് കഴിവുകൾ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് ഊരി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് മേയർ തമ്പുരാട്ടിയുടേത്. അതിനിടയിലാണ് തലസ്ഥാന നഗരിയിലെ പ്രധാന KSRTC ബസ് സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിരുന്ന ഈ വിവാദ ബസ് ക്യാമറയുടെ മെമ്മറി കാർഡ് ഏതോ കൊട്ടേഷൻ പാർട്ടി സഖാവ് മോഷ്ടിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നും ഒരാൾ മുള്ളിയാൽ പോലും അവൻ്റെ സർവ്വതും പിടിച്ചെടുക്കുന്ന ക്യാമറകളിലെ ഈ നിരീക്ഷണ സംവിധാനത്തിൽ ഏത് ഓടിച്ചിരുന്ന ബസ്സിനുള്ളിൽ കയറി മെമ്മറി കാർഡ് ഊരി മാറ്റിയത് ആരാണെന്നറിയുവാനുള്ള സാങ്കേതിക വിദ്യ പോലും അറിയില്ലേ സംസ്ഥാനം നിയന്ത്രിക്കുന്ന നമ്മുടെ പോലീസ് കൺട്രോൾ ബോർഡിന്. തിരുവനന്തപുരം KSRTC ബസ് സ്റ്റേഷനിൽ ഒരു മാനേജറുണ്ട്. അദ്ദേഹത്തിന് കീഴെയായി നിരവധി ഉദ്യോഗസ്ഥ പ്രമാണികളുമുണ്ട്. ഇവരൊക്കെ കണ്ണും കാതും നാവും ഇല്ലാത്തവരാണ്. അനന്തപുരിയിൽ നിന്ന് പുറപ്പെടുന്ന സർവ്വ ബസ്സുകളിലും ക്യാമറകളുണ്ട്. അപ്പോൾ യദു എന്ന 710 ദിവസവേതനക്കാരനായ ഒരു ഇന്ത്യൻ പൗരനെ നീതി കിട്ടാത്ത വിധത്തിൽ ആയിപ്പോയോ നമ്മുടെ നിയമ സംവിധാനങ്ങൾ? ഇപ്പോൾ മലയാള ദേശത്തിന് സർവ്വകാര്യങ്ങളും വ്യക്തമായിരിക്കുന്നു. സച്ചിൻ ദേവ് എന്ന പരമചെറ്റയായ MLA ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരെ ഇറക്കി വിട്ടുവെന്നും അവിടെ നടന്ന ഗുണ്ടായുസങ്ങൾ ഷൂട്ട് ചെയ്ത പൗരനെ ഭീഷണിപ്പെടുത്തിയെന്നും ഡ്രൈവർ യദു ബസ്സിന് പുറത്തേക്ക് ബിസ്ക്കറ്റ് പാക്കറ്റാണ് എറിഞ്ഞത് എന്നും മേയർ ഡ്രൈവറിനെ ഭീഷണിപ്പെടുത്തിയെന്നുമുള്ള സത്യങ്ങൾ ഉൾപ്പെടുന്ന മെമ്മറി കാർഡാണ് KSRTCയിലെ ഏതോ ഒരു വിപ്ലവ സഖാവ് മേയർ തമ്പുരാട്ടിയുടെയോ MLA മരുമകന്റെയോ ആജ്ഞപ്രകാരം മോഷ്ടിച്ചിരിക്കുന്നത്. കള്ളം പറയാത്ത ക്യാമറ കണ്ണുകളിലൂടെ ലോക മലയാളികൾ മുഴുവൻ കണ്ടിട്ടും കാർ ബസ്സിന് മുമ്പിൽ കയറ്റിയില്ല എന്ന മേയറുടെ പച്ചക്കള്ളവും ഞാൻ ബസ്സിനുള്ളിൽ കയറിയിട്ടില്ല എന്ന MLA മോന്റെ പെരും നുണയും മലയാള ജനതയ്ക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഒരു കൂലിവേലക്കാരനായ KSRTC ഡ്രൈവർ അവനെ വിരട്ടി ഞാൻ ഒരു താരമായി മാറും എന്ന് കരുതിയ മേയർ കൊച്ചമ്മ അടപടലം നാണക്കേടിൽ മുങ്ങി മലയാളം ഉച്ചരിക്കുന്ന സൈബർ സഖാക്കൾ ഒഴികെയുള്ള സർവ്വ പേരുടെയും തന്തയ്ക്ക് വിളിക്കായി പാത്രീഫവതിയായി ഇരിക്കുന്നു. ആരാധ്യയായ മേയറെ, നിങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന ഒരു അധികാര ഉടയാടയുണ്ട്. അത് നടു റോഡിൽ ഗുണ്ടായിസം കാട്ടാനുള്ള അധികാര പുതപ്പല്ല. ഈ നാട്ടിലെ സർവ്വ ജനങ്ങളെയും എളിമയോടും സ്നേഹത്തോടും സംരക്ഷിച്ചു കൊള്ളാം എന്ന ഭരണഘടനാ പ്രതിജ്ഞയാണ്. ഒരു ദേശം MLA ആയി തിരഞ്ഞെടുത്ത സച്ചിൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവെ നിങ്ങളെ നിയമസഭയ്ക്കുള്ളിലേക്ക് പറഞ്ഞയക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സ്വാതന്ത്ര്യത്തിനും ഹാനി വരാത്ത രീതിയിൽ സംരക്ഷണം നൽകാനാണ്. അതല്ലാതെ ഗതികെട്ട പൊതുജനങ്ങൾ യാത്ര ചെയ്യുന്ന KSRTCയിൽ മാന്യമായി സഞ്ചരിക്കുന്ന യാത്രക്കാരെ MLA എന്ന അധികാര ഹുങ്കിൽ പൊതുവഴിയിൽ ഇറക്കി വിടാനുള്ള ഗുണ്ടായിസ സ്വാതന്ത്ര്യമല്ല. മേയർ സ്ഥാനം നഷ്ടമാകുന്ന ആര്യ രാജേന്ദ്രനും തെരുവിൽ കല്ലേറുകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന MLAക്കും വിപ്ലവ അഭിവാദ്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.